Hey guys, welcome back to my YouTube channel. So, കുറേ നാളായി ഞാൻ വ്ളോഗ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടും അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടും കുറേ നാളായി. ഇവിടെ ഇപ്പോൾ കറണ്ട് ഇല്ല കേട്ടോ, അത് ഞാൻ വീണ്ടും വെളിയിലിറങ്ങി നിന്നിട്ട് സംസാരിക്കും. വ്ളോഗ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോവാണ്. ഒരു 3-4 ദിവസത്തേക്കാണ് ഞാൻ പോകുന്നത്. കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം ഞാൻ എൻ്റെ വൈദേഹിയിൽ നിന്ന് റിസൈൻ വെച്ചു ഇറങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. റിസൈൻ വെച്ചു ഓൾറെഡി, ഞാൻ നോട്ടീസ് പീരീഡിലാണ്. ഒരു 3 to 5 days കൂടിയുള്ളൂ ഞാൻ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ബാംഗ്ലൂർ തന്നെ ഉണ്ടാവും, കാരണം എനിക്ക് പുതിയൊരു സ്ഥലത്ത് ജോലി കിട്ടി. ഇനി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോവുക, അവിടുത്തെ ആൾക്കാരായിട്ട് മിങ്കിളാവുക, എങ്ങനെ ഏതാണെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം എൻ്റെ ഒരു കംഫർട്ട് സോൺ ആയിപ്പോയി ഈ ഒരു ഏരിയ, ഇവിടുത്തെ ആൾക്കാർ എല്ലാം. എൻ്റെ നെയിംസ് അപ്പം ജെയിൻ ഹോസ്പിറ്റലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഒരു ഫൺ ഫാക്ട് പറയട്ടെ, എനിക്കും ആദിക്കും ഒരുമിച്ചാണ് ജോലി കിട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. അവളുടെ ജോയിൻ ഡേറ്റ് 21st ഈ മന്ത് ഏപ്രിൽ, എൻ്റെത് 28th. അപ്പം ഞാൻ കുറേ ലഗേജ് ഉണ്ട്. ഈ 7 കൊല്ലമായിട്ട് ഇവിടെ നിന്ന കുറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നാട്ടിൽ കൊണ്ട് വെക്കണം. സോ അപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് മാത്രം ഞാൻ നാട്ടിൽ പോകുന്നത്. സോ ഇന്ന് നമുക്ക് മടിവാളയിൽ നിന്നാണ് ബസ്സുള്ളത് 8 മണിക്ക്. സോ ഇനി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഹെയർ കട്ടൊക്കെ ചെയ്തു, കാരണം എനിക്ക് ഇഷ്ടമല്ല പൊതുവെ മുടി വളർത്തുന്നത്. ഇനിയിപ്പം അറിയില്ല വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും, കാരണം അവരങ്ങനെ പൊതുവെ ഒന്നും പറയാറില്ല. എന്നാലും അവർക്കങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല. മമ്മിക്ക് കുറച്ച് ഷോർട്ടായിട്ട് ഇരിക്കുന്ന ഇഷ്ടം, പക്ഷെ ഇത്രയും ഷോർട്ട് ഇഷ്ടമല്ല. പക്ഷെ എനിക്കിഷ്ടമാണ്. ഡാഡിക്കണ നല്ല മുടി വേണം. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ. ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അതിന് മുന്നേ എനിക്ക് ആദ്യം ഒന്ന് കാണേണ്ട ഒരു ആവശ്യമുണ്ട്. വൈദേഹി വരെ എനിക്കൊന്ന് പോകണം. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇവിടെ രാവിലെ തൊട്ട് കറണ്ടില്ല ഗൈസ്, രാവിലെ തൊട്ട്. ഇപ്പം ഞാൻ പോകുന്നത് വൈദേഹിക്കാണ് കേട്ടോ. എനിക്ക് ആദ്യം കാണേണ്ട ഒരു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബസ്സിന് പോകുന്നത്. അത് 8 മണിക്കുള്ളൂ ബസ്. ഗൈസ്, നമ്മൾ ആദിലക്ഷ്മിനായിട്ട് മീറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ പോവാ. ആദിലക്ഷ്മി വിഷമമുണ്ടോ? സന്തോഷമാണോ ഞാൻ പോകുന്നതിന്? 3 ദിവസം കഴിഞ്ഞ് ഞാനിങ്ങ് വരും. പോരുന്നോ എൻ്റെ കൂടെ? നാട്ടിൽ പോയത് ചൂണ്ടം കണ്ട. ബസ് 8 മണിക്കാണല്ലോ എന്ന് ഓർത്തിരുന്ന് ഞാൻ കുറച്ച് സമയമൊക്കെ എൻ്റെതായ രീതിയിൽ കളഞ്ഞു കേട്ടോ. അങ്ങനെ തന്നെ നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ട്രാഫിക് കാരണം ഒരു തരത്തിൽ നമ്മളവിടെ എത്തുന്നുണ്ടായില്ല. ഞാൻ അവസാനം 8 മണിക്ക് വരേണ്ട ബസ് എന്തോ എൻ്റെ ഭാഗ്യത്തിന് 8:30ക്കാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് ആ ബസ് കിട്ടി, അല്ലെങ്കിൽ ബസ് കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ചു. കാരണം 8 മണിക്ക് ശേഷമാണ് ഞാൻ മടിവാളയ്ക്ക് എത്തിയത്. അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ കയറി. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു ഹാഫ് സ്ലീവ് ടീഷർട്ട് തന്നെ എടുത്തിട്ടത്. ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഞാൻ ഈ ബസ്സിൽ കയറുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു 8ന്റെ പണി തന്നെ കിട്ടും എന്നുള്ളത്. അത് ഞാൻ ബാക്കി വഴിയെ പറയാം. ഞാൻ പൊതുവേ ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് ബസ്സാണെങ്കിലോ ട്രെയിനാണെങ്കിലോ ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഞാൻ പൊതുവേ അങ്ങനെ കൊണ്ടുപോകാറില്ല. അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. പിന്നെ നല്ല മഴ പെയ്തു എൻ്റെ ഇടയ്ക്കായിട്ട്, അതുകൊണ്ടൊരു ചെറിയ സുഖമൊക്കെ ഉണ്ടായിരുന്നു. വാഷ്റൂമിൽ പോലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ സമയം 6:15, 10, 10:30, 11 മണിയൊക്കെ ആവും നമ്മൾ വീട്ടിലെത്തുമ്പോൾ. ഇനി ഞാൻ പറയാം എനിക്ക് 8ന്റെ പണി എന്താ കിട്ടിയെന്നുള്ളത്. ഞാൻ അറ്റ്ലസ് ട്രാവൽസിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ 9 മണിക്ക് എത്തേണ്ട ഞാൻ എത്തുന്നത് വൈകിട്ട് 3:30ക്കാണ്. അതുമല്ല, ഇന്നലെ രാത്രി നമ്മൾ 8 മണിക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു വാഷ്റൂമിൽ ഒരു സ്റ്റോപ്പിൽ പോലും നിർത്തത്തില്ല. ഏകദേശം ഒരു മണിക്ക് 2 മണിക്കാണ് സമയത്ത് നമ്മൾ പറഞ്ഞ് അവസാനമാണ് ഗേൾസിന് വേണ്ടി നിർത്തി തന്നത്. ബോയ്സിന് മാത്രം വാഷ്റൂമിന്, അവർക്ക് വാഷ്റൂമൊന്നും വേണ്ട. ഞങ്ങളെ ഡിലേ ആക്കേണ്ട കാര്യം എന്തുവാ? നിങ്ങളല്ലേ ഡിലേ ആക്കുന്നത്? ഇതുവരെ ഒന്നും കടിച്ചിട്ടില്ല, കൊച്ചുപിള്ളി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഫൈനലി എൻ്റെ കാറിൽ ഞാൻ കയറി. എൻ്റെ ഡാഡിയും ഒരു ഡ്രൈവർ അങ്കിളും ഉണ്ടായിരുന്നു, പുള്ളിക്കാരനും കൂടെ ആയിരുന്നു എന്നെ വിളിക്കാൻ വന്നത്. അതും ഞാൻ കൊട്ടാരക്കരയാണ് ഇറങ്ങേണ്ടത്. അടൂരായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കിനി പറ്റുന്നില്ല ഈ ബസ്സിലിരിക്കാൻ വേണ്ടിയിട്ട്, എന്നെ അങ്ങോട്ടേക്ക് വിളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് പാവൻ ഡാഡയാണ് എന്നെ അങ്ങോട്ടേക്ക് വിളിക്കാൻ വന്നത്. അല്ലെങ്കിൽ കൊട്ടാരക്കര ഇറക്കുമായിരുന്നെങ്കിൽ ഇനിയും ലേറ്റ് ആയിരുന്നു, മിക്കവാറും 4-4:30 കഴിഞ്ഞു. അറ്റ്ലസ് ട്രാവൽസ് ആയിട്ടുള്ള നല്ല വൃത്തികെട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിൽ വന്നിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. അത്ര ടയേർഡായെന്ന് പറഞ്ഞാൽ ജെറ്റ് ലാഗ്ഡ് ആയിപ്പോയി. ക്ഷീണം എന്ന് പറഞ്ഞാൽ
പറയാൻ പറ്റുന്നില്ല അല്ലേ. മുടിയുണ്ട്, നല്ല രസമല്ലേ. ഞാനിപ്പം പള്ളിയിൽ പോവാണ് കുമ്പസരിക്കാൻ. നാളെ ഓശാന ഞായറാഴ്ചയാണ്. അപ്പോൾ പോയിട്ട് കാര്യം. അപ്പോൾ ഞാനിപ്പം പള്ളിയിലൊക്കെ പോയി കുമ്പസരിച്ചിട്ടൊക്കെ വന്നു. ഇനി എനിക്ക് വിശക്കുമായിരുന്നു. അപ്പോൾ ഒരു ഏത്തപ്പഴവും ഒരു ലേസും കഴിക്കാൻ നോർത്തു. എനിക്കറിയാം ഇതൊരു ഭയങ്കര ചെറിയൊരു വീഡിയോ ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും ടയേർഡായിരുന്നു, വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അടുത്തൊരു നല്ലൊരു വ്ളോഗ് ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്ര നേരം എന്നെ സഹിച്ചു നിന്നതിന് നന്ദി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് ബൈ.